എല്ലാവർക്കും നമസ്കാരം. PSC ഇൻഫ്ലുവൻസറിന്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. 2024-2025 നടക്കുന്ന 10th പ്രിലിംസിന്റെ ഫ്രീ വർക്കൗട്ട് ചലഞ്ചിന്റെ മൂന്നാമത്തെ ദിവസത്തിലേക്ക് കടക്കുകയാണ്. മൂന്നാമത്തെ ദിവസമായ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നാച്ചുറൽ സയൻസ് ആണ്. ആദ്യമേ പറയട്ടെ, എല്ലാവരും വീഡിയോ ക്ലാസ് കാണുക. വീഡിയോ ക്ലാസ് കണ്ട ശേഷം PDF വായിക്കുക. PDF വായിച്ചതിന് ശേഷം മാത്രം പോൾ വർക്കൗട്ട് എക്സാം അറ്റൻഡ് ചെയ്യുക. കാരണം നമ്മൾ പോൾ വർക്കൗട്ട് എക്സാം അനലൈസ് ചെയ്യുമ്പോൾ ഒരുപാട് പേർക്ക് തെറ്റുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യുക, ആദ്യം നിങ്ങൾ വീഡിയോ ക്ലാസ് കാണുക. വീഡിയോ ക്ലാസ്സിനകത്ത് PDF നോട്ടിനകത്ത് പറയാത്ത കാര്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പം വീഡിയോ ക്ലാസ് കാണുക, ശേഷം PDF വായിക്കുക, അതിനുശേഷം പോൾ വർക്കൗട്ട് എക്സാം അറ്റൻഡ് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ മാത്രമേ നിങ്ങളുടെ പഠനം പൂർത്തിയാകുന്നുള്ളൂ എന്നോർക്കുക. 2025 നമ്മളുടേതാകണം, അതിനുവേണ്ടി കഠിന പ്രയത്നം ചെയ്യുക. ഓക്കെ ആണല്ലോ. അങ്ങനെയെങ്കിൽ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം നമ്മുടെ ഇതാണ്: താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ, വിറ്റാമിനുകളുടെ ലയത്വം അനുസരിച്ച് അവയെ രണ്ടായി തിരിച്ചിരിക്കുന്നു. ഓപ്ഷൻ ബി, കോ എൻസൈം എന്നറിയപ്പെടുന്ന ആഹാര ഘടകം ജീവകമാണ്. ഓപ്ഷൻ സി, ജീവകം എന്ന പദം നാമകരണം ചെയ്തത് ലൂയി പാസ്റ്റർ ആണ്. ഓപ്ഷൻ ഡി, ആകെ 13 ജീവകങ്ങളിൽ 8 എണ്ണം ജീവകം ബി കോംപ്ലക്സിൽ ഉൾപ്പെടുന്നു. ഒന്നാമത്തെ പ്രസ്താവനയിൽ നിന്ന് തുടങ്ങാം. ഒന്നാമത്തെ പ്രസ്താവന നോക്കിയേ. വിറ്റാമിനുകളുടെ ലയത്വം അനുസരിച്ച് അവയെ രണ്ടായി തിരിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ആയിട്ട് LGS എക്സാമിന് ചോദിച്ച ഒരു ചോദ്യമാണ്. വിറ്റാമിനുകളെ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു എന്ന് നമുക്കറിയാം അല്ലെ. ജീവകങ്ങളുടെ അവയുടെ ലയത്വം അനുസരിച്ച് രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു. ഒന്ന് കൊഴുപ്പിൽ ലയിക്കുന്നവ, രണ്ട് ജലത്തിൽ ലയിക്കുക. അതിനകത്ത് കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ ഏതെല്ലാം എന്നൊരു ചോദ്യം ഈ വട്ടത്തെ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന LGS എക്സാമിന് ചോദിച്ചതാണ്. അപ്പൊ ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. 2022-ലും 2023-ലും 2024-ലും എക്സാംസിന് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ജീവകങ്ങളുടെ ലയത്വം അനുസരിച്ച് അവയെ രണ്ടായി തിരിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ എത്രയായി തിരിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിൽ തിരിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ ഏതെല്ലാം, കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ ഏതെല്ലാം, ഇങ്ങനെയെല്ലാം ഒരു ചോദ്യം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ആദ്യത്തെ പ്രസ്താവന തന്നെ പഠിച്ചോളുക. വിറ്റാമിനുകളുടെ ലേയത്വം അനുസരിച്ച് രണ്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്ന് ജലത്തിൽ ലയിക്കുന്നവ, രണ്ട് കൊഴുപ്പിൽ ലയിക്കുന്നവ. ഓർക്കാൻ എളുപ്പമാണ്. ADEK ആണ് കൊഴുപ്പിൽ ലയിക്കുന്നവ. ADEK. ഈ ADEK എന്ന് പറയുന്നത് നമുക്ക് കൂട്ടി വായിക്കുമ്പോൾ അടയ്ക്ക് എന്ന് വായിക്കാലോ. അപ്പൊ അടയ്ക്ക് എന്തുണ്ട്? കൊഴുപ്പുണ്ട്. അടയ്ക്ക് കൊഴുപ്പുണ്ട്. അടയ്ക്ക് കൊഴുപ്പുണ്ട്. അപ്പം കൊഴുപ്പിൽ ലയിക്കുന്നവ ഏതൊക്കെയാണ്? ADEK. ഇനി ജലത്തിൽ ലയിക്കുന്നവ ഏതൊക്കെയാണ്? ജലത്തിൽ ലയിക്കുന്നവ ബാക്കിയുള്ളതാ ബിയും സിയും. അപ്പം കൊഴുപ്പിൽ ലയിക്കുന്നവ ADEK, ജലത്തിൽ ലയിക്കുന്നവ ബിയും സിയും. ഒന്നാമത്തെ പ്രസ്താവനയും അതിന്റെ ഫാക്ട്സും നിങ്ങൾ പഠിച്ചു. രണ്ടാമത്തെ പ്രസ്താവന നോക്കൂ. കോ എൻസൈം എന്നറിയപ്പെടുന്ന ആഹാര ഘടകം ജീവകമാണ്. ശരിയോ തെറ്റോ? അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് അല്ലെ. കോ എൻസൈം എന്നറിയപ്പെടുന്ന ആഹാര ഘടകം ഏതാണ്? ജീവകമാണ്. അപ്പം കോ എൻസൈം എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ ആണ്, അല്ലെങ്കിൽ ജീവകമാണ്. രണ്ടാമത്തെ പ്രസ്താവനയും ശരി. മൂന്നാമത്തേത്, ജീവകം എന്ന പദം നാമകരണം ചെയ്തത് ലൂയി പാസ്റ്റർ ആണ്. ആണോ? ജീവകം എന്ന പദം നാമകരണം ചെയ്തത് ലൂയി പാസ്റ്റർ അല്ല, കാസിമർ ഫങ്ക് ആണ്. കാസിമർ ഫങ്ക് മറന്നു പോവരുതേ. കാസിമർ ഫങ്ക്. ലൂയിസ് പാസ്റ്റർ എന്താ കണ്ടുപിടിച്ചത്? പാസ്ചറൈസേഷൻ കണ്ടുപിടിച്ചത് ലൂയി പാസ്റ്റർ ആണ്. എന്നാൽ ജീവകം എന്ന പദം നാമകരണം ചെയ്തത് ആരാണ്? കാസിമർ ഫങ്ക് ആണ്. അപ്പൊ മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. അടുത്ത പ്രസ്താവന നോക്കി. ആകെ 13 ജീവകങ്ങളിൽ 8 എണ്ണം ജീവകം ബി കോംപ്ലക്സിൽ ഉൾപ്പെടുന്നു. അത് ശരിയാണോ? ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് കേട്ടോ. ആകെ 13 ജീവകങ്ങൾ അല്ലെങ്കിൽ വിറ്റാമിനുകളാണുള്ളത്. അതിൽ 8 എണ്ണം ജീവകം ബി കോംപ്ലക്സിൽ ഉൾപ്പെടുന്നതാണ്. അതുകൊണ്ട് ജീവകം ബിക്ക് 8 ഇത് ഉണ്ടായതുകൊണ്ടാണ്, 8 വിറ്റാമിൻസ് ഉള്ളതുകൊണ്ടാണ് അതിനെ ബി കോംപ്ലക്സ് എന്ന് അറിയപ്പെടുന്നത്. ക്ലിയർ ആയല്ലോ ഇത്രയും കാര്യം? അപ്പൊ ഇതിനകത്ത് തെറ്റായിട്ടുള്ളത് ജീവകം എന്ന പദം നാമകരണം ചെയ്തത് ആരാണ്? കാസിമർ ഫങ്ക് ആണ്. കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ നമ്മൾ പറഞ്ഞു ADEK. അടയ്ക്ക് കൊഴുപ്പുണ്ട്, ഓർത്തു വെച്ചാൽ മതി. അടയ്ക്ക് കൊഴുപ്പുണ്ട്. ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ബിയും സിയുമാണ്. അടുത്ത ചോദ്യം, അടുത്ത ഒരു ഇതിലേക്ക് പോവുകയാണ്. ഇത് SCERT ടെക്സ്റ്റ് ബുക്കിനകത്ത് കൊടുത്തിട്ടുള്ള ഡയഗ്രാം ആണ്. SCERT ടെക്സ്റ്റ് ബുക്കിനകത്ത് ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്.
കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതെല്ലാം? വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതെല്ലാം? കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ എ, ഡി, ഇ, കെ. അതിനകത്ത് എ എന്ന വിറ്റാമിൻ ഏതൊക്കെ ഭക്ഷ്യപദാർത്ഥങ്ങളിൽ അല്ലെങ്കിൽ ആഹാര പദാർത്ഥങ്ങളിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ഏതൊക്കെയാ? ക്യാരറ്റ്, ചീര, പാൽ ഉൽപ്പന്നങ്ങൾ, അതേപോലെ തന്നെ കരൾ, പയറില, ചേമ്പില, മുരിങ്ങയില എന്നിവയിലെല്ലാം കാണപ്പെടുന്നത് വിറ്റാമിൻ എ ആണ്. ഇനി വിറ്റാമിൻ എയുടെ എന്തിന്റെയൊക്കെ ആരോഗ്യത്തിനാണ് വിറ്റാമിൻ എ കഴിക്കേണ്ടത്? കണ്ണ്, ത്വക്ക്, മുടി. കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വിറ്റാമിൻ എയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതേപോലെ തന്നെ വിറ്റാമിൻ ഡി പറഞ്ഞിട്ടുണ്ട് അല്ലെ. വിറ്റാമിൻ ഡി എവിടെ നിന്നാണ്? നമുക്കറിയാം സൂര്യപ്രകാശത്തിൽ നിന്നാണ് വിറ്റാമിൻ ഡി ലഭിക്കുന്നത്. അതേപോലെ തന്നെ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്നത് ആണ് ഏതെന്ന് പറയുന്നത്? വിറ്റാമിൻ ഡി എന്ന് പറയുന്നത്. അത് പാലുൽപ്പന്നങ്ങളിൽ അല്ലെങ്കിൽ സൂര്യപ്രകാശം ഏൽക്കുമ്പോഴാണ് ലഭിക്കുന്നത്. ഇനി അത് എന്തിന്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടാണ്? എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യവുമായി ബന്ധപ്പെട്ടാണ്. കാൽസ്യം, ഫോസ്ഫറസ് എന്നിവ ആഗീകരണം ചെയ്യുന്നതും ഏതാണ്? വിറ്റാമിൻ ഡി ആണ്. അടുത്ത വിറ്റാമിൻ ഇ പറയുന്നു. വിറ്റാമിൻ ഇ ലഭിക്കുന്നത് എവിടെ നിന്നാണ്? സസ്യ എണ്ണകളിൽ നിന്നാണ്. സസ്യ എണ്ണകളിൽ നിന്നാണ് വിറ്റാമിൻ ഇ ലഭിക്കുന്നത്. അതെന്തിന്റെയാണ്? നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് വേണ്ടിയാണ് വിറ്റാമിൻ ഇ. വിറ്റാമിൻ കെ എന്ന് പറയുന്നത് എവിടെ നിന്നാണ്? കാബേജ്, ചീര, കോളിഫ്ലവർ എന്നിവയിൽ നിന്നാണ് വിറ്റാമിൻ കെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അല്ലെങ്കിൽ ഏതൊക്കെ ഭക്ഷ്യപദാർത്ഥങ്ങളിലാണ് വിറ്റാമിൻ കെ ഉള്ളത്? കാബേജ്, ചീര, കോളിഫ്ലവർ. അത് മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നത് ഏതാണ്? വിറ്റാമിൻ കെ ആണ്. അടുത്ത വെള്ളത്തിൽ ലയിക്കുന്ന 2 വിറ്റാമിനുകളാണ് വിറ്റാമിൻ ബിയും സിയും. ബി നോക്കിയേ. ബി കാണപ്പെടുന്നത് എവിടാണ്? ധാന്യങ്ങളുടെ തവിടിൽ കാണപ്പെടുന്നതാണ് ബി. അതേപോലെ തന്നെ മുട്ട, പാൽ ഉൽപ്പന്നങ്ങൾ എന്നിവയിലെല്ലാം എന്ത് കാണും? വിറ്റാമിൻ ബി കാണും. ചേമ്പിലയിൽ കാണപ്പെടുന്ന ഏതാണ്? വിറ്റാമിൻ ബി ആണ് എന്ന് ഓർത്തിരിക്കാം. ഇനി ധാന്യങ്ങൾ, പ്രോട്ടീൻ എന്നിവ ശരീരത്തിൽ പ്രയോജനപ്പെടുത്താനും ചുവന്ന രക്താണുക്കളുടെ ചുവന്ന രക്താണുക്കൾ റെഡ് ബ്ലഡ് സെൽസ് ഉണ്ടാകാനും ത്വക്കിന്റെ ആരോഗ്യത്തിനും സ്കിന്നിന്റെ ആരോഗ്യത്തിനും എല്ലാം ഉപയോഗിക്കുന്നത് ഏതാണ്? ഏതിന്റെ ഗുണമാണ്? വിറ്റാമിൻ ബിയുടെ ഗുണങ്ങളാണ്. അടുത്ത സി ആണ്. വെള്ളത്തിൽ ലയിക്കുന്ന അല്ലെങ്കിൽ ജലത്തിൽ ലയിക്കുന്ന മറ്റൊരു വിറ്റാമിൻ ആണ് വിറ്റാമിൻ സി. വിറ്റാമിൻ സി കാണപ്പെടുന്ന എവിടെയാണ്? പഴങ്ങൾ, നെല്ലിക്ക, മുരിങ്ങയില, പപ്പായ. നമുക്കറിയാം വേവിക്കുമ്പോൾ അതിന്റെ ഗുണം നഷ്ടമാകുന്നതാണ് നെല്ലിക്ക അല്ലെ. അപ്പം സി, വിറ്റാമിൻ സി എന്ന് പറയുന്നത് എന്താണ്? ജലത്തിൽ ലയിക്കുന്നവയാണ്. ജലത്തിൽ ലയിച്ചത് നീരാവിയായിട്ട് പോകും. അപ്പൊ ജീവകം സി ഏതൊക്കെയാണ്? പഴങ്ങൾ, നെല്ലിക്ക, മുരിങ്ങയില, പപ്പായ. ത്വക്ക്, പല്ല്, മോണ, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിനായിട്ടുള്ളതാണ് എന്ത്? വിറ്റാമിൻ സി എന്ന് പറയുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ധാന്യങ്ങൾ അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻ, മാംസ്യം. ഇവിടെ കണ്ടോ കാഷ്യോക്കർ എന്ന അസുഖ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എന്താണ്? പ്രോട്ടീന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് കാഷ്യോക്കർ. അതേപോലെ തന്നെ കൊഴുപ്പില്ലെങ്കിൽ കൊഴുപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതേപോലെ ബ്ലഡ് ഷുഗറിന്റെയും കൊളസ്ട്രോളിന്റെയും നോർമൽ വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ഒന്ന് പഠിച്ചിരിക്കാം. ഇതെല്ലാം SCERT ടെക്സ്റ്റ് ബുക്കിലാണ്. നിങ്ങൾ പ്രത്യേകം ഓർക്കുക. ഇത് നമ്മുടെ വർക്ക്ഔട്ട് ചലഞ്ച് ആണ്, റിവിഷൻ ക്ലാസ് ആണ്. അപ്പൊ നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് പോകാൻ പറ്റില്ല. 2022, 2023, 2024 ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മൊത്തമാണ് നമ്മൾ ഈ ക്ലാസ്സുകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് ആണ് നടക്കുന്നത്. അപ്പൊ ഇത് എവിടെ കിട്ടും? നമ്മുടെ PDF ചാനലിൽ കിട്ടും കേട്ടോ. PSC ഇൻഫ്ലുവൻസറിന്റെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഈ ഒരു PDF കിട്ടും. നിങ്ങൾ ആദ്യം വീഡിയോ ക്ലാസ് കണ്ട ശേഷം ഈ PDF വായിച്ചു നോക്കുക. എന്നിട്ട് മാത്രം പോൾ എക്സാം അറ്റൻഡ് ചെയ്യുക. അടുത്ത ചോദ്യം നോക്കിയേ. കണ്ണിന്റെ സുഗമമായ പ്രവർത്തനത്തിന് ആവശ്യമായ ജീവകം. ഓപ്ഷൻസ് വായിക്കുന്നില്ല, നിങ്ങൾ ഇപ്പോൾ തന്നെ ഉത്തരം പറഞ്ഞിരുന്നു. ഇപ്പം തന്നെ നമ്മൾ പഠിച്ചതാണ്. കണ്ണിന്റെ സുഗമമായ പ്രവർത്തനത്തിന് ആവശ്യമായ ജീവകം ഏതാ? വിറ്റാമിൻ എ ആണ് അല്ലെ. ജീവകം എ. ഓപ്ഷൻ എ ജീവകം എ ആണ് കണ്ണിന്റെ സുഗമമായ പ്രവർത്തനത്തിന് ആവശ്യമായ ജീവകം. അപ്പം ജീവകം എ എന്ന് പറയുന്നത് പ്രതിരോധ കുത്തിവെപ്പിനൊപ്പം കുഞ്ഞിന് നൽകുന്ന മറ്റൊരു വിറ്റാമിൻ ആണ്. അങ്ങനെ ഒരു ചോദ്യം വരാം. പ്രതിരോധ കുത്തിവെപ്പിനൊപ്പം കുഞ്ഞിന് നൽകുന്ന മറ്റൊരു വിറ്റാമിൻ ഏതാണ്? താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? വിറ്റാമിൻ എ ആണ് അല്ലെങ്കിൽ ജീവകം എ ആണ്. പല്ലുകളുടെ ക്രമരഹിതമായ വളർച്ചയ്ക്ക് കാരണമാകുന്ന ജീവകം എ. ജീവകം എ സംഭരിക്കുന്നത് കരളിലാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, ഓർത്തിരിക്കുക. ജീവകം എ സംഭരിക്കുന്നത് ഏത് അവയവത്തിലാണ്? മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തിലാണ്? കരളിൽ ആണ് എന്ന് ഓർത്തിരിക്കുക. ഇമ്പോർട്ടന്റ് ആണ്.
പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്ന വർണ്ണ വസ്തു ഏതാണ്? ബീറ്റ കരോട്ടിൻ ആണ്. അപ്പം ക്യാരറ്റിന് ഓറഞ്ച് നിറം നൽകുന്നത് ഏതാണ്? കരോട്ടിൻ ആണ്. ഓർക്കാൻ എളുപ്പമാണ്. കാക്ക അല്ലെ? കരോട്ടിൻ ക്യാരറ്റ്, കരോട്ടിൻ ക്യാരറ്റ്. ക്ലിയർ ആയല്ലോ ജീവകം എ. അടുത്ത ചോദ്യം ഇതാണ്, ഹോർമോണിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ്? ഹോർമോണിന്റെ മുൻഗാമി. ജീവകം ബി, ജീവകം സി, ജീവകം ഡി, ജീവകം ഇ. ഏതാണ് ഹോർമോണിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത്? യാതൊരു സംശയവും വേണ്ട, ജീവകം ഡി ആണ്. ഓപ്ഷൻ സി, ജീവകം ഡി ആണ് ഹോർമോണിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത്. ഹോർമോണിന്റെ മുൻഗാമി. വിറ്റാമിൻ ഡിയുടെ അഭാവം കാരണം അസ്ഥികൾ കനം കുറഞ്ഞു വളയുന്നതാണ് കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം ജീവകം ഡിയുടെ അപര്യാപ്തത രോഗം നമ്മൾ പഠിച്ചു. ഏതാണ്? റിക്കറ്റ്സ് അല്ലെങ്കിൽ കണയാണ്. ഇനി ജീവകം ഡിക്ക് രണ്ട് രൂപങ്ങളുണ്ട്. ഒന്ന് ജീവകം D2 അല്ലെങ്കിൽ എർഗോ കാൽസിഫറോൾ. രണ്ടാമത്തത് ജീവകം D3 അല്ലെങ്കിൽ കോൾ കാൽസിഫറോൾ. ഇനി പ്രോ വിറ്റാമിൻ D2 എങ്ങനെയാണ് അറിയപ്പെടുന്നത്? എർഗോസ്റ്റീറോൾ എന്നാണ് അറിയപ്പെടുന്നത്. എർഗോസ്റ്റീറോൾ. ക്ലിയർ ആയല്ലോ? അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോട്ടെ. അടുത്ത ചോദ്യം ഇതാണ്, ആന്റി സ്റ്റെറിലിറ്റി ഫാക്ടർ എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ്? നമ്മൾ മുമ്പ് പറഞ്ഞു ഹോർമോണിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന ജീവകം ഡി ആണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ആന്റി സ്റ്റെറിലിറ്റി ഫാക്ടർ എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ്? ജീവകം ഡി ആണോ, ജീവകം ഇ ആണോ, ജീവകം കെ ആണോ, ജീവകം എ ആണോ? ഏതാ? ഓപ്ഷൻ ബി ആണ്, ജീവകം ഇ ആണ് ആന്റി സ്റ്റെറിലിറ്റി ഫാക്ടർ. ജീവകം ഇ ആന്റി സ്റ്റെറിലിറ്റി ഫാക്ടർ. ഹോർമോണായി കണക്കാക്കാവുന്ന ജീവകം ഇ ആണ്. ഹോർമോണായി കണക്കാക്കാവുന്ന ജീവകം ഇ. എന്നാൽ ഹോർമോണിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന ജീവകം ഡി. രണ്ടുകൂടെ കൺഫ്യൂസിംഗ് ഫാക്ട്സ് ആവരുത്, തിരിഞ്ഞു പോവരുത്, പഠിച്ചു വെക്കുക. അതേപോലെ ഒരു നിരോക്സീകാരി കൂടിയായ ജീവകം ഏതാണെന്ന് ചോദിച്ചാൽ അതും ജീവകം ഇ ആണ്. ഹൃദയത്തെ സംരക്ഷിക്കുന്ന ജീവകം ഏതാ? ജീവകം ഇ ആണ്. പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ ജീവകം ഇ ആണ്. നവജാത ശിശുക്കളിൽ നേരിയ ഹീമോലിറ്റിക് അനീമിയ ഉണ്ടാകുന്നതിന് കാരണമായ വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ ഇ ആണ്. മുട്ടയുടെ വെള്ളയിൽ അടങ്ങിയിരിക്കുന്ന ജീവകം ഇ ആണ്. ക്ലിയർ ആയല്ലോ? ജീവകം ഇ. അപ്പം ജീവകം എ പഠിച്ചു, ഡി പഠിച്ചു, ഇ പഠിച്ചു. അടുത്ത ചോദ്യം ഇതാണ്, വൻകുടലിൽ വസിക്കുന്ന ബാക്ടീരിയകൾ നിർമ്മിക്കുന്ന ജീവകം ഏത്? വൻകുടലിൽ വസിക്കുന്ന ബാക്ടീരിയകൾ നിർമ്മിക്കുന്ന ജീവകം. ഓപ്ഷൻ എ ജീവകം B3, ഓപ്ഷൻ ബി ജീവകം ഇ, ഓപ്ഷൻ സി ജീവകം സി, ഓപ്ഷൻ ഡി ജീവകം കെ. ഇതിൽ ഏതാണ് വൻകുടലിൽ വസിക്കുന്ന ബാക്ടീരിയകൾ നിർമ്മിക്കുന്ന ജീവകം? ഏതായിരിക്കും? ഓപ്ഷൻ ഡി ആണ്, ജീവകം കെ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചു വെച്ചോളുക, ഇമ്പോർട്ടന്റ് ആണ്. വൻകുടലിൽ വസിക്കുന്ന ബാക്ടീരിയകൾ നിർമ്മിക്കുന്ന ജീവകം ഏതാണെന്ന് ചോദിച്ചാൽ ജീവകം കെ ആണ്. അങ്ങനെയെങ്കിൽ രക്തം കട്ടപിടിക്കുന്നതിന് ആവശ്യമായ ജീവകം ഏതാണ്? രക്തം കട്ടപിടിക്കുന്നതിന് ആവശ്യമായ ജീവകം, അതും ജീവകം കെ ആണ്. ജീവകം കെയിൽ അടങ്ങിയിരിക്കുന്ന രാസവസ്തു ഏതാണെന്ന് ചോദിച്ചാൽ അത് പ്രോത്രോംബിൻ ആണ്. പ്രോത്രോംബിൻ. ജീവകം കെയിൽ അടങ്ങിയിരിക്കുന്ന രാസവസ്തു പ്രോത്രോംബിൻ. അതുകൊണ്ടാണല്ലോ അത് രക്തം കട്ടപിടിക്കാൻ വേണ്ടി സഹായിക്കുന്നത്. അടുത്ത രക്തസ്രാവം തടയാനായി ജനിച്ച ഉടനെ കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന വിറ്റാമിൻ ഏതാണെന്ന് ചോദിച്ചാൽ അതും ജീവകം കെ ആണ്. നമ്മൾ മുമ്പേ ഹീമോലിറ്റിക് അനീമിയയെ പറ്റി പഠിച്ചു, അത് വേറെ ഇത് വേറെ. അപ്പൊ ആ രണ്ട് ജീവകങ്ങളും എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. ഇനി രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം കെ ആണെന്ന് നമ്മൾ പഠിച്ചു. ഇനി രക്തം കട്ടപിടിക്കാൻ ആവശ്യമായ ധാതു അപ്പോൾ ഏതാണ്? രക്തം കട്ടപിടിക്കാൻ ആവശ്യമായ ധാതു അത് കാൽസ്യം ആണ് കേട്ടോ. നമ്മള് രക്തം കട്ടപിടിക്കാൻ ആവശ്യമായ വിറ്റാമിൻ ചോദിച്ചു കഴിഞ്ഞാൽ വിറ്റാമിൻ കെ ആണ്. എന്നാൽ ധാതു ഏതാണെന്ന് ചോദിച്ചാൽ അത് കാൽസ്യം ആണ്. ഇനി രക്തം കട്ടപിടിക്കാൻ എടുക്കുന്ന സമയം എത്രയാണ്? 3 to 8 മിനിറ്റ് ആണ്. എന്നാൽ SCERT ടെക്സ്റ്റ് ബുക്കിനകത്ത് കൊടുത്തിരിക്കുന്നത് 8 മുതൽ 15 മിനിറ്റ് വരെ എന്നാണ് കൊടുത്തിട്ടുള്ളത്. SCERT ടെക്സ്റ്റ് ബുക്കിനകത്ത്. അതൊന്ന് ക്ലിയർ ആയിട്ട് ഓർത്തിരിക്കാം. ക്ലിയർ ആയല്ലോ? ഇനി അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ രക്തബാങ്ക് സ്ഥാപിതമായത് എവിടെ? ആദ്യത്തെ രക്തബാങ്ക് അമേരിക്കയിലാണ് ആദ്യത്തെ രക്തബാങ്ക് സ്ഥാപിതമായത്. അതേപോലെ തന്നെ ആദ്യത്തെ രക്തബാങ്ക് നിർമ്മിച്ചത് അല്ലെങ്കിൽ രക്തബാങ്കിന്റെ ഉപജ്ഞാതാവ് ആരാണെന്ന് ചോദിച്ചാൽ അത് ചാൾസ് റിച്ചാർഡ് ഡ്രൂ ആണ്. ചാൾസ് റിച്ചാർഡ്
ഡ്രൂ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കാം. ഇനി EDTA ഉണ്ട്. EDTA ഓർത്തിരിക്കേണ്ട കാര്യമാണ് എഥിലീൻ ഡയമീൻ ടെട്രാ അസറ്റിക് ആസിഡ് എന്ന്. EDTA എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ രക്തപരിശോധന വേളയിൽ രക്തം കട്ടിയാവാതിരിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് എഥിലീൻ ഡൈ അമീൻ ടെട്രാ അസറ്റിക് ആസിഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ EDTA എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഇത്രയും കാര്യങ്ങൾ ഓർത്തിരുന്നോണേ. അങ്ങനെയെങ്കിൽ അടുത്ത ഒരു ചോദ്യം, അതിനു മുമ്പ് വേറൊരു കാര്യം കൂടി ഉണ്ട്. രക്തം കട്ട പിടിക്കാതെ സൂക്ഷിക്കാൻ രക്തബാങ്കുകളിൽ ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണെന്ന് ചോദിച്ചാൽ രക്തബാങ്കുകളിൽ ഉപയോഗിക്കുന്ന ഏതാണ്? അത് സോഡിയം സിട്രേറ്റ് ആണ് കേട്ടോ. സോഡിയം സിട്രേറ്റ് ആണ്. അതുകൂടെ ഒന്ന് ഓർത്തിരുന്നോണം. സോഡിയം സിട്രേറ്റ്. ക്ലിയർ ആയല്ലോ? അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം ഇതാണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏതെല്ലാം? ഓപ്ഷൻ എ, ജീവകം B12 അടങ്ങിയിരിക്കുന്ന ലോഹം കൊബാൾട്ട് ആണ്. ഓപ്ഷൻ ബി, നേരിട്ടുള്ള സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ നശിക്കുന്ന പാലിലെ ജീവകം റൈബോഫ്ലാവിൻ. ഓപ്ഷൻ സി, ബാക്ടീരിയകളുടെ പ്രവർത്തന ഫലമായി ചെറുകുടലിൽ നിർമ്മിക്കപ്പെടുന്ന ജീവകങ്ങൾ ജീവകം B7, ജീവകം B5, ജീവകം K, ജീവകം B12 എന്നിവയാണ്. ഓപ്ഷൻ ഡി, എലിസ ടെസ്റ്റിൽ ഉപയോഗിക്കുന്ന ജീവകം B3 ആണ്. ഒന്നാമത്തെ പ്രസ്താവന നോക്കി. ജീവകം B12 അടങ്ങിയിരിക്കുന്ന ലോഹം കൊബാൾട്ട് ആണ്. ശരിയോ തെറ്റോ? ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ജീവകം B12 അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? കൊബാൾട്ട് ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ജീവകം B12 അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ് എന്നൊരു ചോദ്യം വന്നിട്ടുണ്ട്. അതിനകത്ത് ഓപ്ഷൻസ് നിക്കല്, കൊബാൾട്ട് അങ്ങനെയൊക്കെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഏതാണ്? കൊബാൾട്ട് ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ശരീരത്തിൽ കൊബാൾട്ടിന്റെ ഗുണം എന്താണ്, അല്ലെങ്കിൽ ഉപയോഗം എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? ഇരുമ്പിനെ ആഗീകരണം ചെയ്യുക എന്നതാണ്. ശരീരത്തിൽ കൊബാൾട്ടിന്റെ പ്രധാന ധർമ്മം ചോദിച്ചാൽ എന്താണ്? ഇരുമ്പിനെ ആഗീകരണം ചെയ്യുക എന്നതാണ് കൊബാൾട്ടിന്റെ പ്രധാന ധർമ്മം എന്നത് ഓർത്തിരിക്കാം. അടുത്ത ഓപ്ഷൻ ബി നോക്കൂ. നേരിട്ടുള്ള സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ നശിക്കുന്ന പാലിലെ ജീവകം റൈബോഫ്ലാവിൻ. ശരിയാണോ? പാലിന് ഒരു ചെറിയ നേരിയ മഞ്ഞ നിറം നൽകുന്ന വിറ്റാമിൻ ആണ് ഏത്? റൈബോഫ്ലാവിൻ എന്ന് പറയുന്നത്. അപ്പം പാലിന് മഞ്ഞ നിറം നൽകുന്ന വിറ്റാമിൻ ഏതാണ്? ഒരു നേരിയ മഞ്ഞ നിറം നൽകുന്ന വിറ്റാമിൻ, അത് റൈബോഫ്ലാവിൻ ആണ്. അപ്പൊ നേരിട്ടുള്ള സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ നശിക്കുന്ന പാലിലെ ജീവകം ഏതാണെന്ന് ചോദിച്ചാൽ അതും ഏതാണ്? റൈബോഫ്ലാവിൻ ആണ്. അപ്പൊ ഓപ്ഷൻ ബിയും ശരിയാണ്. ഓപ്ഷൻ സി നോക്കി. ബാക്ടീരിയകളുടെ പ്രവർത്തന ഫലമായി ചെറുകുടലിൽ നിർമ്മിക്കപ്പെടുന്ന ജീവകങ്ങൾ ജീവകം B7, ജീവകം B5, ജീവകം K, ജീവകം B12 എന്നിവയാണ്. നമ്മൾ മുമ്പ് പഠിച്ചു വൻകുടലില് ബാക്ടീരിയകളുടെ പ്രവർത്തന ഫലമായി ഉണ്ടാകുന്ന ജീവകമാണ് ജീവകം K എന്ന് പഠിച്ചു. എവിടാണ്? വൻകുടലിൽ. അപ്പോൾ ചെറുകുടലിൽ ഏതൊക്കെയാണ്? അത് ജീവകം B7, ജീവകം B5, ജീവകം K, ജീവകം B12 എന്നിവയാണ്. അപ്പൊ ഓപ്ഷൻ സിയും എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. വൻകുടലിൽ ജീവകം K മാത്രമേ ഉള്ളായിരുന്നു. എന്നാൽ ചെറുകുടലിൽ ഏതൊക്കെയാണ്? ജീവകം B7 ഉണ്ട്, ജീവകം B5 ഉണ്ട്, ജീവകം K ഉണ്ട്, ജീവകം B12 ഉണ്ട്. ഓർത്തിരുന്നോണേ. അടുത്ത ചോദ്യം നോക്കി. എലിസ ടെസ്റ്റിൽ ഉപയോഗിക്കുന്ന ജീവകം B3 ആണ്. എലിസ ടെസ്റ്റിൽ ഉപയോഗിക്കുന്ന ജീവകം ഏതാണ്? ജീവകം B3 അല്ല, ജീവകം H ആണ് എന്ന് ഓർത്തിരിക്കുക. ജീവകം H ആണ് എലിസ ടെസ്റ്റിൽ ഉപയോഗിക്കുന്ന ജീവകം എന്ന് പറയുന്നത്. അപ്പൊ തെറ്റായിട്ടുള്ള പ്രസ്താവന ഓപ്ഷൻ ഡി ആണ്. ബാക്കി പ്രസ്താവനകളെല്ലാം പഠിച്ചിരിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. പാലിന് നേരിയ മഞ്ഞ നിറം നൽകുന്നത് ഏതാ വിറ്റാമിൻ ആണ്? റൈബോഫ്ലാവിൻ ആണ്. ആ കാര്യങ്ങളെല്ലാം ഒന്ന് ഓർത്തിരിക്കുക. എലിസ ടെസ്റ്റിൽ ഉപയോഗിക്കുന്ന ജീവകം H ആണ്, അല്ലെങ്കിൽ ജീവകം B7 ആണ്. ജീവകം B7ന്റെ മറ്റൊരു പേരാണ് ജീവകം H. അങ്ങനെയെങ്കിൽ ജീവകം G എന്നറിയപ്പെടുന്ന ഏതാണ്? ജീവകം B2 ആണ്. ജീവകം G എന്നറിയപ്പെടുന്നത് B2ഉം ജീവകം H എന്ന് പറയുന്നത് B7ഉം ആണ്. ഇനി വിറ്റാമിൻ PP അല്ലെങ്കിൽ പെല്ലഗ്ര പ്രിവെൻഷൻ. വിറ്റാമിൻ പെല്ലഗ്ര പ്രിവെൻഷൻ എന്നറിയപ്പെടുന്നത് ഏതാണ്? ജീവകം B3 ആണ് കേട്ടോ. ജീവകം B3 എന്ന് പറയുന്നത് പെല്ലഗ്ര രോഗത്തിന്റെ വിറ്റാമിൻ B3യുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ്, അല്ലെങ്കിൽ അപര്യാപ്തത രോഗമാണ് ഏത്?
പെല്ലഗ്ര. പെല്ലഗ്ര എവിടേക്കാണ് ബാധിക്കുന്നത്? ത്വക്ക്, അന്നപഥം, നാഡീ വ്യവസ്ഥ എന്നിവയെല്ലാം ബാധിക്കുന്നത് ഏതാണ്? പെല്ലഗ്രയാണ് എന്ന് ഓർത്തിരിക്കുക. അപ്പം വിറ്റാമിൻ PP അല്ലെങ്കിൽ പെല്ലഗ്ര പ്രിവെൻഷൻ എന്നറിയപ്പെടുന്നത് ജീവകം B3 ആണ്. ജീവകം B3യുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഏത്? പെല്ലഗ്ര എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ വിറ്റാമിൻ B3? അടുത്ത ചോദ്യം, ശരീരത്തിൽ ഇരുമ്പിന്റെ ആഗീകരണം ഉത്തേജിപ്പിക്കുന്ന വിറ്റാമിൻ. ഓപ്ഷൻ എ വിറ്റാമിൻ K, ഓപ്ഷൻ ബി വിറ്റാമിൻ B, ഓപ്ഷൻ സി വിറ്റാമിൻ C, ഓപ്ഷൻ ഡി വിറ്റാമിൻ A. ഇതിൽ ഏതാണ് ശരീരത്തിൽ ഇരുമ്പിന്റെ ആഗീകരണം ഉത്തേജിപ്പിക്കുന്ന വിറ്റാമിൻ? ഏതാ? വിറ്റാമിൻ C ആണ് കേട്ടോ. ശരീരത്തിൽ ഇരുമ്പിന്റെ ആഗീകരണം ഉത്തേജിപ്പിക്കുന്ന വിറ്റാമിൻ ഏതാണെന്ന് ചോദിച്ചാൽ വിറ്റാമിൻ C ആണ്. കൃത്രിമമായി നിർമ്മിച്ച ആദ്യ ജീവകം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, ഒരുപാട് വട്ടം ചോദിച്ചിട്ടുള്ളതാണ്. കൃത്രിമമായി നിർമ്മിച്ച ആദ്യ ജീവകം വിറ്റാമിൻ C ആണ്. മുറിമുണങ്ങാൻ കാലതാമസം എടുക്കുന്നത് ജീവകം സിയുടെ അഭാവം മൂലമാണ്. ജലദോഷത്തിന് ഔഷധമായ ജീവകം, അതേപോലെ തന്നെ രോഗപ്രതിരോധ ശക്തിക്ക് ആവശ്യമായ ജീവകം, യുവത്വം നിലനിർത്താൻ സഹായിക്കുന്ന ജീവകം, ത്വക്ക്, മോണ, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം, മൂത്രത്തിലൂടെ വിസർജിക്കപ്പെടുന്ന ജീവകം എല്ലാം ഏതാണ്? ജീവകം C ആണ്. അതേപോലെ മൂത്രത്തിലൂടെ വിസർജിക്കപ്പെടുന്ന ജീവകം ബിയും അതിനകത്ത് ഉൾപ്പെടും. അപ്പൊ വിറ്റാമിൻ C പഠിച്ചല്ലോ, ഇമ്പോർട്ടന്റ് ആണ്. കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ ജീവകം ഏതാണെന്ന് ചോദിച്ചാൽ അത് ജീവകം C ആണ്. അടുത്ത ചോദ്യം നോക്കിയേ, താഴെ പറയുന്നവയിൽ ശരിയല്ലാത്ത ജോഡി ഏത്? ഓപ്ഷൻ എ ജീവകം എ റെറ്റിനോൾ, ഓപ്ഷൻ ബി ജീവകം സി റൈബ്രോഫ്ലാവിൻ, ഓപ്ഷൻ സി ജീവകം B1 തയാമിൻ, ഓപ്ഷൻ ഡി ജീവകം ഇ ടോക്കോഫെറോൾ. താഴെ പറയുന്നവയിൽ ശരിയല്ലാത്ത ജോഡി ഏത്? ഇത് പറയുന്നതിന് മുമ്പ് നമുക്ക് ഇതൊന്ന് പഠിക്കാം. പഠിച്ചിട്ട് ഇതിന്റെ ഓപ്ഷൻസ് കണ്ടെത്തുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് മനസ്സിലാവും. ഞാൻ ഇവിടെ ഒരു കോഡ് എഴുതിയിട്ടുണ്ട്. റീത്ത അക്കൻ ടോഫിയെ പഠിപ്പിച്ചു. റീത്ത അക്കൻ ടോഫിയെ പഠിപ്പിച്ചു. ഈ ഒരു കോഡ് മാത്രം പഠിച്ചു വെച്ചാൽ മതി. നിങ്ങൾക്ക് ആ ഒരു വിറ്റാമിനും അതിന്റെ നാമങ്ങളും പഠിക്കാം. നോക്കിയേ, റീത്ത അക്കൻ, ഈ റീത്തക്കകത്ത് RE ഉണ്ട്, TA ഉണ്ട്. അതിനകത്ത് RE നമ്മൾ A ആയിട്ട് എടുത്തു, വിറ്റാമിൻ A ആയിട്ട് എടുത്തു. TA എന്ന് പറയുന്നത് B ആയിട്ട് എടുത്തു. അടുത്ത അക്കൻ, അക്കനകത്ത് ആ എന്ന് പറയുന്ന അക്ഷരം C ആണ്, വിറ്റാമിൻ C ആയിട്ട് എടുത്തു. ഇക്ക എന്ന അക്ഷരം അല്ലെങ്കിൽ ക എന്ന അക്ഷരം D ആയിട്ട് എടുത്തു. ടോഫിയെ, ടോ എന്ന അക്ഷരം E ആയിട്ട് എടുത്തു. ഫി എന്ന അക്ഷരം K ആയിട്ട് എടുത്തു. ഇത്രയും ക്ലിയർ ആയല്ലോ. ഇനി റീ അല്ലെങ്കിൽ എ, വിറ്റാമിൻ എയുടെ പേര് എന്താണ്? റെറ്റിനോൾ എന്നാണ്. വിറ്റാമിൻ എയുടെ പേരെന്താണ്? റെറ്റിനോൾ. അപ്പൊ RE റെറ്റിനോൾ, RE റെറ്റിനോൾ. അപ്പൊ വിറ്റാമിൻ എയുടെ മറ്റൊരു പേരെന്താണ്? റെറ്റിനോൾ എന്നാണ്. വിറ്റാമിൻ ബി ഏതാണ്? റെറ്റ, TA ഉണ്ട് അല്ലെ, റീത്ത അല്ലെങ്കിൽ റീത്ത എന്ന് വായിക്കാം. TA കൂടി ഉണ്ട്. TA എന്ന് പറയുന്നത് എന്തായിട്ട് എടുക്കാം? തയാമിൻ ആയിട്ട് എടുക്കാം അല്ലെ, തയാമിൻ. അപ്പൊ B എന്ന് പറയുന്നത് എന്താണ്? തയാമിൻ. B എന്ന് പറയുന്നത് തയാമിൻ. അടുത്ത ആണ്, C ആയിട്ട് എടുക്കാണ്, വിറ്റാമിൻ C ആണ്. വിറ്റാമിൻ C എന്ന് പറയുന്നത് ആണ് അല്ലെ. അപ്പൊ C എന്താണ്? അസ്കോർബിക് ആസിഡ്. C എന്ന് പറയുന്നത് എന്താണ്? അസ്കോർബിക് ആസിഡ് ആണ്. അടുത്ത D എന്തായിട്ട് എടുത്തേ? കായായിട്ടാണ് എടുത്തത് അല്ലെ. D എന്ന് പറയുന്നത് ക. അപ്പൊ എന്താണ്? ക വെച്ച് കാൽസിഫെറോൾ. കാൽസിഫെറോൾ ആണ് D എന്ന് പറയുന്നത്. വിറ്റാമിൻ D എന്ന് പറയുന്നത് എന്താണ്? കാൽസിഫെറോൾ ആണ്. അടുത്ത ടോ ആണ് അല്ലെ, ടോ. വിറ്റാമിൻ E എന്ന് പറയുന്നത് ടോയുമായി ബന്ധപ്പെട്ട. അപ്പൊ വിറ്റാമിൻ E എന്താണ്? ടോക്കോഫിറോൾ. ടോക്കോഫിറോൾ, വിറ്റാമിൻ E ടോക്കോഫിറോൾ. അടുത്ത K ആണല്ലോ വരുന്നത്. K എന്താണ്? ഫി ആണല്ലേ, ടോഫി, ഫി ആണ്. അപ്പം ഫില്ലോക്കിനോൾ ആണ്. ഫില്ലോക്കിനോൾ പഠിച്ചേ. അപ്പം വിറ്റാമിൻ A ഏതാണ്? ഇത്ര ഓർത്താൽ മതി. റീത്ത അക്കൻ ടോഫിയെ പഠിപ്പിച്ചു. റീത്ത അക്കൻ ടോഫിയെ പഠിപ്പിച്ചു. റീത്ത അക്കൻ എന്ന വ്യക്തി ടോഫിയെ പഠിപ്പിച്ചു. അവൻ റീത്ത, റെറ്റിനോള്, തയാമിൻ. അടുത്ത അക്കനാണ് അല്ലെ. അക്കനകത്ത് ഏതൊക്കെയാ വരുന്നത്? അസ്കോർബിക് ആസിഡും കാൽസിഫെറോളും. അസ്കോർബിക് ആസിഡ്, കാൽസിഫെറോൾ. അടുത്ത് വരുന്നത് ടോഫി. ടോഫിക്കകത്ത് ടോ എന്താണ്? ടോക്കോഫിനോൾ, ടോക്കോഫിറോൾ. അടുത്തത് പറയുന്നതാണ് ഫി എന്താണ്? ഫില്ലോക്കിനോൾ. ക്ലിയർ ആയല്ലോ. അപ്പൊ ഇത്രയും പഠിച്ചല്ലോ. ഇനി നോക്കി, താഴെ പറയുന്നവയിൽ ശരിയല്ലാത്ത ജോഡി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ജീവകം എ റെറ്റിനോൾ ആണോ? ആണ്. നമ്മൾ പഠിച്ചു ജീവകം എ ഏതാണ്?
റെറ്റിനോൾ ആണ്. ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്. 2 ജീവകം സി റൈബോഫ്ലാവിൻ. ജീവകം സി റൈബോഫ്ലാവിൻ ആണോ? അല്ല. ജീവകം സി റൈബോഫ്ലാവിൻ ആണോ നമ്മൾ പഠിച്ചേ? അല്ല. ജീവകം സി എന്താണ്? അസ്കോർബിക് ആസിഡ് ആണ് അല്ലെ. ജീവകം സി എന്താണ്? അസ്കോർബിക് ആസിഡ് ആണ്. അപ്പം ബി എന്ന പ്രസ്താവന അല്ലേ, ബി എന്ന ജോഡി അല്ലേ തെറ്റ്? ബി തെറ്റാണ്. അടുത്ത ജീവകം B1 ഏതാണ്? തയാമിൻ ആണ്. അടുത്ത ജീവകം ഇ എന്ന് പറയുന്നത് എന്താണ്? ടോക്കോഫെറോൾ ആണ്. ജീവകം ഇ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു ഏതാണ്? ടോക്കോഫെറോൾ ആണ്. ടോക്കോഫെറോൾ ക്ലിയർ ആയല്ലോ? ടോക്കോഫെറോൾ ക്ലിയർ ആയല്ലോ? ഇത്രയും കാര്യങ്ങൾ അപ്പം പഠിച്ചോളുമല്ലോ. ഇത്രയും പഠിക്കാലോ. റീത്ത അക്കൻ ടോഫിയെ പഠിപ്പിച്ചു. ഇങ്ങനെ അങ്ങ് പഠിച്ചാൽ മതി. റീത്ത അക്കൻ ടോഫിയെ പഠിപ്പിച്ചു. ABCDEK അങ്ങനെ അങ്ങ് ഓർത്തിരിക്കാം. R എന്ന് പറയുന്നത് A ആണ്, റെറ്റിനോൾ. അടുത്ത B എന്ന് പറയുന്നത് തയാമിൻ. അടുത്ത C എന്താണ് വരുന്നത്? അസ്കോർബിക് ആസിഡ്. D കാൽസിഫെറോൾ. E എന്ന് പറയുന്നത് ടോക്കോഫെറോൾ. അടുത്ത F എന്ന് പറയുന്നത് ഫിറ്റോക്കിനോൾ. ക്ലിയർ ആയല്ലോ? ABCDEK അല്ലെങ്കിൽ ADEK യും BC യും നമ്മൾ പഠിച്ചു. അടുത്ത നോക്കി. അപ്പൊ ഇതിന്റെ ഉത്തരം ബി ആണ് തെറ്റായിട്ടുള്ളത്. ജീവകം സി എന്താണ്? റൈബോഫ്ലാവിൻ ആണോ? അല്ല, അസ്കോർബിക് ആസിഡ് ആണ്. അടുത്തത് ജീവകങ്ങളും രാസനാമങ്ങളുമാണ് നമ്മൾ പഠിക്കുന്നത്. ജീവകങ്ങളും അവയുടെ രാസനാമങ്ങളും. ജീവകം എ നിങ്ങൾക്കറിയാം, റെറ്റിനോൾ ആണ്. ക്ലിയർ ആയിട്ട് ഓർത്തോണം. ജീവകം എ, BCDEK എന്നിങ്ങനെ എല്ലാം നമ്മൾ മുമ്പത്തെ റീത്ത അക്കൻ ടോഫിയെ പഠിപ്പിച്ചു എന്ന ആ ഒരു കോഡ് വെച്ച് നമ്മൾ പഠിച്ചു. ഇവിടെ ജീവകം എ റെറ്റിനോൾ നിങ്ങൾ പഠിച്ച സംഭവമാണ്. അടുത്ത ജീവകം B1. ബി എന്ന് പറയുന്ന വിറ്റാമിൻസിന്റെ കോംപ്ലക്സ് തുടങ്ങുന്നത് എവിടെ നിന്നാണ്? B1 നിന്നാണ് തുടങ്ങുന്നത് അല്ലെ. അപ്പൊ ഇത് തുടങ്ങുന്നത് B1 നിന്നാണ്. അതുപോലെ തന്നെ ധാന്യങ്ങളുടെ തവിടിൽ കാണപ്പെടുന്ന വിറ്റാമിൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് നമ്മൾ SCRT ഡയഗ്രാമത്തിനകത്ത് പറഞ്ഞായിരുന്നു. ഏതാണ്? അതും ജീവകം B1 ആണ്. അപ്പം വിറ്റാമിൻ ബി തുടങ്ങുന്നത് B1 നിന്നാണ്. ബി കോംപ്ലക്സ് തുടങ്ങുന്നത് B1 നിന്നാണ്. അതേപോലെ തന്നെ ധാന്യങ്ങളുടെ തവിടിൽ കാണപ്പെടുന്നതും ഏതാണ്? തയാമിൻ ആണ്. അപ്പം ഇതിൽ നിന്ന് പഠിക്കാലോ. വിറ്റാമിൻ B1 എന്ന് പറയുന്നത് എന്താണ്? തയാമിൻ. ഓർത്തു വെച്ചാൽ മതി. ഒന്നാമത്തെ ജീവകം പഠിച്ചല്ലോ, ജീവകം B1 തയാമിൻ, തവിട് തുടങ്ങുന്നു. ഒന്നാമത്തെ നിങ്ങൾ പഠിച്ചു. ഇനി രണ്ടാമത്തെ ജീവകം നോക്കൂ. ജീവകം B2 റൈബോഫ്ലാവിൻ. ഒരു 2 വേർഡായിട്ട് അല്ലെ. റൈബോഫ്ലാവിൻ 1 2 റൈബോഫ്ലാവിൻ അല്ലെങ്കിൽ റൈബോ എന്ന് പറയുമ്പോൾ 2. അപ്പൊ റൈബോഫ്ലാവിൻ B2 2 വേർഡ്സ് ഉണ്ടെന്നൊന്ന് ഓർത്താ മതി. വിറ്റാമിൻ B2 പഠിച്ചു, റൈബോഫ്ലാവിൻ. ഇനി ജീവകം 3. ഇവിടെ മുതൽ നിങ്ങൾ ശ്രദ്ധിക്കാം. ജീവകം 3 എന്ന് പറയുന്നത് നിയാസിൻ അല്ലെങ്കിൽ നിക്കോട്ടിനിക് ആസിഡ് ആണ്. ജീവകം B3 എന്ന് പറയുന്നത് നിയാസിൻ ആണ്. അപ്പം 3 വയസ്സുള്ള ഒരു കുട്ടിയാണ് നിയാസിൻ എന്ന് ഓർക്കുക. നിയാസിൻ എന്ന കുട്ടിക്ക് എത്ര വയസ്സുണ്ട്? 3 വയസ്സുണ്ട്. നിയാസിൻ എന്ന കുട്ടിക്ക് എത്ര വയസ്സുണ്ട്? 3 വയസ്സ്. അവൻ എങ്ങോട്ട് പോയി? ഒരു സ്കൂളാ. ആ സ്കൂളിൽ 3 വയസ്സിലുള്ള നിയാസിൻ എന്ന ഒരു കുട്ടിയുണ്ട്. അവൻ എങ്ങോട്ട് പോയി? അവൻ 5ാം ക്ലാസ്സിലോട്ട് പോയി. 5ാം ക്ലാസ്സിലോട്ട് പോയത് അവൻ എന്തിട്ടോണ്ടാ? പാന്റും ഷർട്ടും ഇട്ടോണ്ടാ. 5ാം ക്ലാസ്സിലോട്ട് പോയത് പാന്റും ഷർട്ടും ഇട്ടോണ്ടാ. അപ്പം ജീവകം B5 ഏതാ? പാന്റോതെനിക് ആസിഡ്. ജീവകം B5 പാന്റോതെനിക് ആസിഡ്. അപ്പൊ നിയാസിൻ കഴിഞ്ഞു വരുന്ന ഏതാണ്? പാന്റോതെനിക്. നിയാസിൻ എന്തിട്ടോണ്ടാ പോയെ? പാന്റും ഷർട്ടും ഇട്ടോണ്ടാ പോയെ. അപ്പം ജീവകം B3 നിയാസിന്, ജീവകം B5 പാന്റോതെനിക് ആസിഡ്. അടുത്ത ജീവകം B6. അവൻ 5ാം ക്ലാസ്സിലോട്ട് പോയപ്പം അവിടുത്തെ 6ാമത്തെ പീരീഡ് ആയിരുന്നു. അവിടെ എത്രാമത്തെ പീരീഡ് ആയിരുന്നു? 6ാമത്തെ പീരീഡ് ആയിരുന്നു. 3 വയസ്സുള്ള നിയാസിൻ എന്ന കുട്ടി 5ാം ക്ലാസ്സിലോട്ട് പാന്റും ഷർട്ടും ഇട്ടുകൊണ്ട് പോയി. അവിടെ 6ാമത്തെ പീരീഡ് ആയിരുന്നു. 6 വിറ്റാമിൻ B6 എന്ന് പറയുന്നത് എന്താണ്? പിരിഡോക്സിൻ ആണ്. പിരിഡോക്സിൻ 6ാമത്തെ ക്ലാസ് കഴിയാറായി. അടുത്ത 7ാമത്തെ ക്ലാസ് ബയോളജി ആയിരുന്നു. 7ാമത്തെ ക്ലാസ് ഏതാണ്? ബയോളജി.
നിങ്ങൾ ഇപ്പൊ നിങ്ങൾ ഓർക്കും ജീവകം B3 കഴിഞ്ഞിട്ട് B4 ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ B5 ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അടുത്തത് ബയോട്ടിൻ വരുന്ന ഏത് ജീവകമാണ് എന്ന് ഓർത്തിരിക്കാൻ എളുപ്പ വഴിയുണ്ട്. ബയോട്ടിനകത്ത് എത്ര അക്ഷരമുണ്ട്, അല്ലെങ്കിൽ ബയോട്ടിനകത്ത് എത്ര അക്ഷരമുണ്ട്? 7 അക്ഷരമുണ്ട് അല്ലെ? ബയോളജിക്കകത്ത് 7 അക്ഷരമുണ്ട്. അപ്പം ബയോളജി B7 എന്ന് പറയുന്ന ഏതാ വരുന്നത്? ബയോട്ടിൻ ആണ് വരുന്നത്. ഓർക്കാലോ, ബയോട്ടിൻ. അങ്ങനെ അവൻ 7ാമത്തെ പീരീഡ്, 6 കഴിഞ്ഞു, 7ാമത്തെ പീരീഡിൽ അവിടെ ബയോളജി ആയിരുന്നു. അന്നേരം അവൻ എന്ത് നൽകി? ഫോളിക് ആസിഡ് നൽകി. അവൻ എന്ത് വാങ്ങാനാ ക്ലാസ്സിലോട്ട് പോയത്? 5ാം ക്ലാസ്സിലോട്ട് എന്തൊക്കെ വാങ്ങിക്കാനാ പോയത്? ഫോളിക് ആസിഡ് വാങ്ങാനാ പോയത്. അവിടെ എന്ത് നൽകി? ഫോളിക് ആസിഡ് നൽകി. ഫോളിക് ആസിഡ് ആരാ നൽകിയത്? സയന എന്ന പെൺകുട്ടിയാ നൽകിയത്. ആരാ അവന് ഫോളിക് ആസിഡ് നൽകിയത്? സയന എന്ന പെൺകുട്ടി. പഠിച്ചല്ലോ, നിങ്ങൾ പഠിച്ചു എല്ലാം. ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു ഏതാണ്? ജീവകമേ റെറ്റിനോൾ ആണ്. ജീവകം B1, B കോംപ്ലക്സ് തുടങ്ങുക. B1 തുടങ്ങുന്നു, ധാന്യങ്ങളിലെ തവിട് ഏതാണ്? തയാമിൻ ആണ്. B2 രണ്ടക്ഷരമുണ്ട്, ഏതാ? റൈബോഫ്ലാവിൻ. B2 റൈബോഫ്ലാവിൻ. അടുത്ത B3 3 വയസ്സുള്ള ന്യാസിൻ എന്ന കുട്ടി. പാന്റും ഷർട്ടും 5 പെൻഡ ഓർത്താലും മതി. പെൻഡ 5 പാന്റും ഷർട്ടും. നിങ്ങൾക്ക് എളുപ്പം ഓർക്കാൻ പറ്റുന്ന ഓർത്താ മതി. പാൻറ്റോതെനിക് ആസിഡ്, വിറ്റാമിൻ B5 എന്ന് പറയുന്നത് അപ്പൊ എന്താണ്? പാൻറ്റോതെനിക് ആസിഡ് ആണ്. എത്രാമത്തെ പീരീഡിലാ അവൻ പോയത്? 6ാമത്തെ പീരീഡിലാ പോയി. അപ്പം പീരിഡോക്സിൻ. 6ാമത്തെ പീരീഡിൽ പോയി പീരിഡോക്സിൻ. അത് കഴിഞ്ഞ് 6ാമത്തെ പീരീഡ് കഴിഞ്ഞ് ഏത് പീരീഡാ? 7ാമത്തെ പീരീഡാ. 7ാമത്തെ പീരീഡിൽ എന്താണ് വരുന്നത്? ബയോളജി അല്ലെങ്കിൽ ബയോട്ടിൻ. ആ 7ാമത്തെ പീരീഡിന് അവൻ എന്ത് നൽകി? ഫോളിക് ആസിഡ്. ആരാ നൽകിയത്? സയനോകൊബാലമീൻ. സയന എന്ന പെൺകുട്ടി, അല്ലെങ്കിൽ സയനോകൊബാലമീൻ. അപ്പം B1 പഠിച്ചു, B2 പഠിച്ചു, B3 പഠിച്ചു, B5, B6, B7, B9, B12. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു. ബാക്കി C, D, E, K നമ്മൾ നേരത്തെ പഠിച്ച C എന്ന് പറയുന്നത് എന്താണ്? A അസ്കോർബിക് ആസിഡ്. D എന്ന് പറയുന്നത് അൽക്ക. K എന്താണ്? കാൽസിഫെറോൾ. E എന്ന് പറയുന്നത് ടോക്കോഫെറോൾ. K എന്ന് പറയുന്നത് ഫില്ലോക്വിനോൾ. അല്ലേ? ഇത്രയും കാര്യങ്ങളും നിങ്ങൾ പഠിച്ചു. അപ്പം ജീവകങ്ങളും രാസനാമങ്ങളും പഠിച്ചല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം ചോദിക്കട്ടെ. ജീവകം B12ന്റെ രാസനാമം എന്താണെന്ന് ഓർത്തേ. ജീവകം B12ന്റെ രാസനാമം എന്താ? മനസ്സിലൊന്ന് പറഞ്ഞു നോക്കിയേ. ജീവകം B12ന്റെ രാസനാമം മറന്നു പോവരുത്. ജീവകം B12ന്റെ രാസനാമം എന്താണെന്നാ നമ്മൾ പഠിച്ചത്? സയനോകൊബാലമീൻ. കിട്ടിയല്ലോ നിങ്ങൾക്ക്? സയനോകൊബാലമീൻ. അങ്ങനെയെങ്കിൽ ജീവകം B5ന്റെ എന്താണ്? 5 പെൻഡ. അങ്ങനെ ഓർത്താലും മതി. എന്തായിരുന്നു? പാൻറ്റോതെനിക് ആസിഡ് അല്ലെ? പാൻറ്റോതെനിക് ആസിഡ്. ജീവകം B2 എന്താണ് അപ്പോ? റൈബോഫ്ലാവിൻ. ജീവകം A എന്താണ്? റെറ്റിനോൾ ആണ്. അങ്ങനെയെങ്കിൽ ജീവകം C നമ്മൾ പഠിച്ചത് എന്താ? ജീവകം C പഠിച്ചത് അസ്കോർബിക് ആസിഡ്. ക്ലിയർ ആയല്ലോ? ജീവകങ്ങളും രാസനാമങ്ങളും പഠിച്ചല്ലോ. ജീവകം B1 ഏതാണ്? തയാമിൻ ആണ്. തുടങ്ങാണ്. ധാന്യങ്ങളുടെ തവിടിൽ കാണപ്പെടുന്നത് ഏതാണ്? തയാമിൻ ആണ്. ഇനി അടുത്തതാണ് ജീവകങ്ങളും അപരനാമങ്ങളും. ഇത് ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കുക. ഇത് പഠിക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഒന്ന് ഫ്രഷ് ഫുഡ് വിറ്റാമിൻ എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ഫ്രഷ് ഫുഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്ന ഏതാണ്? വൈറ്റമിൻ C ആണ്. C ഏതിലാ കാണപ്പെടുന്നത്? പഴങ്ങളിൽ കാണപ്പെടും അല്ലെ? അപ്പൊ ഫ്രഷ് ഫുഡ് ഏതാണ്? ഫ്രഷ് ആയിട്ടുള്ളത് എപ്പോഴും പഴങ്ങളും പച്ചക്കറികളും ആണെന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഫ്രഷ് ഫുഡ് വൈറ്റമിൻ C. സൺഷൈൻ, സൂര്യപ്രകാശത്തിൽ നിന്ന് കിട്ടുന്ന വൈറ്റമിൻ ഏതാ? വൈറ്റമിൻ D ആണ്. അപ്പൊ സൺഷൈൻ വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ D ആണ്. ആന്റി റിക്കറ്റ് വൈറ്റമിൻ, റിക്കറ്റ് ഉണ്ടാകുന്നത് ഏതിന്റെ അഭാവം മൂലമാണ്? വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലമാണ്. അപ്പോൾ ആന്റി റിക്കറ്റ് വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ D ആണ്. ഇത് സ്റ്റീറോയിഡ് വൈറ്റമിനും ഏതാണ്? വൈറ്റമിൻ D ആണ്. സ്റ്റീറോയിഡ് വൈറ്റമിൻ D. ബ്യൂട്ടി വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ E ആണ് അല്ലെ? നമ്മൾ പറയും വൈറ്റമിൻ E അടങ്ങിയ ആഹാരങ്ങൾ ഒരുപാട് കഴിക്കാന്നൊക്കെ പറയും. അപ്പൊ ബ്യൂട്ടി വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ E ആണ്. ഏറ്റവും അവസാനമുള്ളതാ. ഒരുപാട് ബ്യൂട്ടി വേണമെന്നൊക്കെ ചിന്തയുള്ളത്. അപ്പൊ ബ്യൂട്ടി വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ E ആണ്. അടുത്ത
ആന്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ, ആന്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ ഏതാണ്? അതും വൈറ്റമിൻ ഇ ആണ്. അപ്പൊ ബ്യൂട്ടി വൈറ്റമിനും ആന്റി സ്റ്റെറിലിറ്റി വൈറ്റമിനും ഏതാണ്? വൈറ്റമിൻ ഇ ആണ്. ഹോർമോൺ വൈറ്റമിൻ, അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യം, നമ്മൾ നേരത്തെ പഠിച്ച വൈറ്റമിൻ ഇ ആണ് അല്ലെ. ഹോർമോൺ വൈറ്റമിൻ എന്ന് പറയുന്നത് വൈറ്റമിൻ ഇ ആണ്. ഹോർമോണിന്റെ മുൻഗാമി എന്ന് അറിയപ്പെടുന്ന ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു, അതൊക്കെ ഓർത്തിരിക്കുക. ഇനി അടുത്തതാണ് കൊയാഗുലേഷൻ വൈറ്റമിൻ. ഏതാണ്? വൈറ്റമിൻ കെ ആണ് കൊയാഗുലേഷൻ വൈറ്റമിൻ. രക്തം കട്ട പിടിക്കാതിരിക്കാനൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ കൊയാഗുലേഷൻ വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ കെ. ആന്റി പെല്ലഗ്ര വൈറ്റമിൻ, പെല്ലഗ്ര എന്ന രോഗം എന്തിന്റെ അഭാവം മൂലം ഉണ്ടാകുന്നതാണ്? വൈറ്റമിൻ B3 അഭാവം മൂലമാണ്. അപ്പൊ ആന്റി പെല്ലഗ്ര വൈറ്റമിൻ എന്നറിയപ്പെടുന്ന ഏതാണ്? വൈറ്റമിൻ B3 ആണ്. അടുത്തത് ആന്റി സിറോഫ്താൽമിക് വൈറ്റമിൻ ഏതാണ്? ആന്റി സിറോഫ്താൽമിക് വൈറ്റമിൻ, അതൊന്ന് ഓർത്തിരിക്കുക, റെറ്റിനോൾ ആണ് കേട്ടോ. റെറ്റിനോൾ ഏതാണ്? വിറ്റാമിൻ എ ആണ് റെറ്റിനോൾ എന്ന് പറയുന്നത്. അപ്പൊ ആന്റി സിറോഫ്താൽമിക് വിറ്റാമിൻ ഏതാണ്? റെറ്റിനോൾ ആണ്. അടുത്ത ആന്റി ഹെമറേജ് വിറ്റാമിൻ അപ്പൊ ഏതാണ്? ഫില്ലോക്വിനോൾ ആണ്. ഫില്ലോക്വിനോൾ ആണ് ആന്റി ഹെമറേജ് വിറ്റാമിൻ അല്ലെങ്കിൽ ആന്റി ഹെമറേജിക് വിറ്റാമിൻ എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ വൈറ്റമിൻ കെ. ഫില്ലോക്വിനോൾ എന്ന് പറയുന്നത് എന്താണ്? വൈറ്റമിൻ കെ ആണ്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക, ഇമ്പോർട്ടന്റ് ആണ്, നല്ലപോലെ പഠിക്കാം. പ്രത്യേകം പറയുകയാണ്, നിങ്ങൾ വീഡിയോ ക്ലാസ് കണ്ട ശേഷം PDF നോട്ട്സ് വായിച്ചതിന് ശേഷം മാത്രം പോൾ എക്സാം അറ്റൻഡ് ചെയ്യുക. കാരണം നമ്മൾ അല്ലാത്ത കാര്യങ്ങളെല്ലാം ഈ ക്ലാസ്സിൽ, ഒരുപാട് കാര്യങ്ങളെല്ലാം നമ്മൾ പോൾ വർക്കൗട്ട് എക്സാമിൽ നടക്കുന്നത്. അപ്പൊ നിങ്ങൾ വീഡിയോ ക്ലാസ്സും കാണുക, അതേപോലെ തന്നെ PDF നോട്ട്സ് ഇമ്പോർട്ടന്റ് ആയിട്ട് വായിക്കുക. അതിനുശേഷം മാത്രമേ പോൾ എക്സാം വർക്കൗട്ട് ചെയ്ത്, ഒരു റിവിഷൻ സീരീസ് ആണ്, റിവിഷൻ ആയിട്ട് തന്നെ പോകണം. നിങ്ങൾക്ക് 2025 നിങ്ങളുടെ കയ്യിൽ ആ ഒരു അഡ്വൈസ് പേപ്പർ കിട്ടണം. അങ്ങനെയെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക. ഹാർഡ് വർക്ക് മാത്രം പോരാ, സ്മാർട്ട് വർക്ക് ചെയ്യുക. ഓക്കെ, അതിനുവേണ്ടി വീഡിയോ കാണുക, PDF വായിക്കുക, നിങ്ങൾ പോൾ വർക്കൗട്ട് എക്സാം അറ്റൻഡ് ചെയ്യുക. പോൾ വർക്കൗട്ട് എക്സാംസ് എല്ലാ ദിവസവും നമ്മുടെ എല്ലാ വിഷയവും 3 ക്ലാസ് വീതമാണ് നമ്മൾ ഒരു ദിവസം ഇടുന്നത്. ഈ 3 ക്ലാസ്സിന്റെയും വർക്കൗട്ട് എക്സാംസ് PDF-ന്റെ ഇൻഫ്ലുവൻസർ, PSC ഇൻഫ്ലുവൻസറിന്റെ ടെലഗ്രാം ചാനലിൽ നിങ്ങൾക്ക് ലഭിക്കും. അത് നോക്കുക. നമ്മുടെ ക്ലാസ്സസ് എല്ലാം നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, PDFs എല്ലാം പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് അറ്റൻഡ് ചെയ്യുക. ഓക്കെ ആണല്ലോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ? അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവരും നന്നായിട്ട് പഠിക്കാം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.